കൊളംബിയ യൂണിവേഴ്സിറ്റി ബിരുദധാരിയും പലസ്തീൻ ആക്ടിവിസ്റ്റുമാണ് മഹ്മൂദ് ഖലീൽ. ട്രംപ് സർക്കാർ ഖലീലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഖലീലിനെ ജയിലിലടച്ചത്. മഹ്മൂദ് ഖലീലിനെ ലൂസിയാന ജനയിലെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വെള്ളിയാഴ്ച ഫെഡറൽ ജഡ്ജി ഉത്തരവിട്ടു. അങ്ങനെ US തടങ്കലിൽ നിന്ന് മഹ്മൂദ് ഖലീൽ മോചിതനായി. 3 മാസത്തിലേറെയായി US ഇമിഗ്രേഷൻ തടങ്കലിൽ കഴിയുകയായിരുന്നു മഹ്മൂദ് ഖലീൽ. 3 മാസങ്ങൾക്ക് മുമ്പാണ് ഇമിഗ്രേഷൻ ഏജന്റുമാർ മഹ്മൂദിനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് തടവിലേക്ക് അയക്കുകയും ചെയ്തു. നീതി നടപ്പായെങ്കിലും വൈകിയെന്ന് മോചനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ മഹ്മൂദ് ഖലീൽ പറഞ്ഞു. ഒരു വംശഹത്യയിൽ പ്രതിഷേധിച്ചതിന് തടങ്കലിൽ വെക്കേണ്ട ആവശ്യമില്ലെന്നും മഹ്മൂദ് പറഞ്ഞു. തടങ്കലിൽ അയക്കുമ്പോൾ മഹ്മൂദ് ഖലീലിന് ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു. ഇനിയാണ് സംഭവത്തിൻ്റെ ആൻറ്റി ക്ലൈമാക്സ്. ജയിൽ മോചിതനായതിനു പിന്നാലെ ട്രംപ് ഭരണകൂടത്തിനെതിരെ മഹ്മൂദ് ഖലീൽ കേസ് ഫയൽ ചെയ്തു. അറസ്റ്റിന് പിന്നാലെ ശാരീരികവും മാനസികവും സാമൂഹികമായ പ്രത്യാഘാതങ്ങളുണ്ടായി. അതിന് നഷ്ടപരിഹാരമായി $20 മില്യൺ ഭരണകൂടം നൽകണമെന്നാണ് ഖലീലിൻ്റെ ആവശ്യം. US പൗരത്വമുള്ള ആളാണ് ഖലീൽ. എന്നാൽ ഖലീലിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പൗരത്വം റദ്ദാക്കാനും തുടർന്ന് നാടുകടത്താനുമായിരുന്നു ട്രംപിൻ്റെ പദ്ധതി. ഖലീലിൻ്റെ ഭാര്യയുടെ പ്രസവത്തിന് പോലും ഖലീലിനെ വിട്ടയച്ചില്ല. യാതൊരു കുറ്റവും ചുമത്താതെയാണ് 3 മാസത്തോളം ഇമിഗ്രേഷൻ ഡിറ്റൻഷൻ സെൻറ്ററിൽ അദ്ദേഹം കഴിഞ്ഞത്. അനധികൃതമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു, അധികാരം ദുർവിനിയോഗം ചെയ്തു, ദുരുദ്ദേശപൂർവ്വം വിചാരണ ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് ഖലീലിൻ്റെ അഭിഭാഷകൻ സർക്കാരിനെതിരെ വ്യാഴാഴ്ച സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. വിയോജിപ്പിനെ നിശബ്ദമാക്കാൻ കുടിയേറ്റ നിയമങ്ങളെ ആയുധമാക്കുന്നുവെന്നും നഷ്ടപരിഹാരമായി ട്രംപ് ഭരണകൂടം $20 മില്യൺ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് മഹ്മൂദ് ഖലീൽ ആവശ്യപ്പെടുന്നത്. തൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല, മറ്റ് വിദ്യാർത്ഥി പ്രവർത്തകരുടെ അവകാശങ്ങൾക്കും കൂടി വേണ്ടിയുള്ള പോരാട്ടമാണിതെന്നും ഖലീൽ പറയുന്നു. ട്രംപ് ഭരണകൂടവും കൊളംബിയ സർവകലാശാലയും ഇതുപോലെ ലക്ഷ്യമിടുന്ന മറ്റുള്ളവരെ സഹായിക്കാൻ നഷ്ടപരിഹാര തുക ഉപയോഗിക്കുമെന്ന് ഖലീലിനെ പ്രതിനിധീകരിക്കുന്ന സംഘടനയായ സെൻറ്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് പറഞ്ഞു. പണമടയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ ഔദ്യോഗിക ക്ഷമാപണവും ഭരണകൂടത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധ നയം ഉപേക്ഷിക്കലും ആവശ്യപ്പെടും. ഗസയിലെ ഇസ്രായേൽ അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കുന്ന കൊളംബിയ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി നേതാക്കളിൽ ഒരാളായി ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് ഖലീൽ. ഗ്രീൻ കാർഡ് ഉടമയായ അദ്ദേഹം US പൗരത്വമുള്ള യുവതിയാണ് വിവാഹം കഴിച്ചത്. ദേശീയ സുരക്ഷ ചൂണ്ടിക്കാട്ടി ഖലീലിൻ്റെ US സാന്നിധ്യം വിദേശ നയത്തിന് ഭീഷണിയാണെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രഖ്യാപിച്ചിരുന്നു. ലൂസിയാനയിലെ ഒരു ഇമിഗ്രേഷൻ ജഡ്ജി അദ്ദേഹത്തെ നാടുകടത്താൻ ഉത്തരവിടുകയും ചെയ്തു. ജൂണിൽ ന്യൂജേഴ്സിയിലെ ഒരു ഫെഡറൽ ജഡ്ജി അറസ്റ്റിനെ ചോദ്യം ചെയ്തു. ട്രംപ് ഭരണകൂടം ഖലീലിനെ നാടുകടത്തുകയോ തടങ്കിൽ വയ്ക്കുകയോ ചെയ്യുന്നതിനെ വിലക്കി. മോചനം ലഭിച്ചിട്ടും ട്രംപ് ഭരണകൂടം ഖലീലിനെ നാടുകടത്താനുള്ള നീക്കം തുടരുകയാണ്.